ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമുക്കൊരു മീൻ കറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ വേലൂരി മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ ഇതിന് വേലൂരി എന്നാണ് കേട്ടോ പറയണത്. വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കടുകും ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഒന്ന് ചതച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് വഴഞ്ഞു വരുമ്പോഴേക്കും അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. മീൻ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മീനൊക്കെ ഇതിൽ കിടന്ന് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ മൂവാണ്ടൻ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതും ചെറുതായിട്ടൊന്ന് ചെനച്ച മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ മാങ്ങയ്ക്ക് അധികം പുളിയില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് 2-3 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ 1 മുറി തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ തേങ്ങാപ്പീര മാത്രമാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ വേറൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മീൻ പൊടിഞ്ഞു പോകരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 2 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ ചാറൊക്കെ ഇനി ഇതിലിരുന്ന് തന്നെ ആ ചൂടിൽ ഒന്ന് കുറുകി വരും കേട്ടോ. അങ്ങനെ മാങ്ങ ഇട്ട് വെച്ച മീൻ കറി തയ്യാറായി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.